സംവിധായകൻ ഷാഫിയുടെ അവസാന ഫോൺ കോളിനെ കുറിച്ച് നടനും തിരക്കഥാകൃത്തുമായ റോണി ഡേവിഡ് ജനുവരി 15 അർദ്ധരാത്രിയോട് അടുത്തെത്തിയ കോളിൽ സംവിധായകൻ ഷാഫി സംസാരിച്ചത് അദ്ദേഹത്തിനുണ്ടായ ചില രോഗലക്ഷണങ്ങളെ കുറിച്ചായിരുന്നുവെന്ന് റോണി ഡേവിഡ് മനോരമ ഓൺലൈനോട് പറഞ്ഞു. വേദന കുറയുന്നില്ലെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. പിന്നീട് കേട്ട വാർത്തകളൊന്നും നല്ലതായിരുന്നില്ല എന്നും റോണി പറഞ്ഞു. ഷാഫി സംവിധാനം ചെയ്ത ചോക്ലേറ്റ്, ചട്ടമ്പിനാട് തുടങ്ങിയ സിനിമകളിലൂടെയാണ് റോണി ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത്. റോണി പറയുന്നത്, പലരുടെയും വിയോഗങ്ങൾ വരുമ്പോൾ അവരുടെ ചിത്രം പോലും ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഉണ്ടാകാറില്ല. കൃത്യം പറഞ്ഞാൽ 15 ജനുവരി രാത്രി 11:45 ഷാഫിക്ക വിളിച്ചു ചില രോഗലക്ഷണങ്ങൾ വിളിച്ചു പറഞ്ഞു. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇക്ക വേദന കുറയുന്നില്ല എങ്കിൽ അഡ്മിറ്റ് ആവണമെന്ന് നിർബന്ധം പറഞ്ഞു. ഇതിന്റെ പുറകെ തന്നെ ഞാൻ വൈറൽ ഫീവറായി പാലക്കാട് അഡ്മിറ്റായി. പിന്നെ കേട്ട വാർത്തകൾ ഒന്നും നല്ലതായിരുന്നില്ല. ഷാഫിക്ക എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായി വേഷം തരാൻ ധൈര്യം കാണിച്ച വ്യക്തികളിൽ ഒരാളെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. എന്റെ ഗുരുനാഥനും പ്രണാമം. പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് കോവിഡ് ശേഷം ഒരുപാട് പേർ വിട പറഞ്ഞു. ഒന്ന് മാത്രം പറയട്ടെ, ആരോഗ്യം കാത്തുകൊള്ളുക. നമ്മളെ ആശ്രയിച്ച് കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അവരെ അനാഥരാക്കാതിരിക്കുക. സംവിധായകൻ ഷാഫി വിളിക്കുമ്പോൾ പാലക്കാട് ഷൂട്ടിലായിരുന്നു റോണി ഡേവിഡ്. ഫോണിൽ അദ്ദേഹം പറഞ്ഞത് റൂട്ട് കനാൽ ചെയ്തത് ഇൻഫെക്റ്റഡ് ആയതെന്നാണ്. അദ്ദേഹം എടുത്ത മരുന്നുകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എന്നെ വിളിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ തുടങ്ങി 3 ദിവസമെങ്കിലും കഴിഞ്ഞിരുന്നു. ഒരു ഡോസ് മരുന്ന് കൂടി എടുത്തിട്ട് കുറവില്ലെങ്കിൽ വൈകാതെ ആശുപത്രിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ആ മരുന്ന് കഴിച്ചിട്ട് വേദന കുറയുന്നില്ലെങ്കിൽ ആ വേദനയുടെ കാരണം മറ്റൊന്നാകാനാണ് സാധ്യത. ഇനി വച്ച് വൈകിക്കരുത്, ഞാൻ പറഞ്ഞു. ഏകദേശം 1 മാസമായി അദ്ദേഹത്തിന് ഈ വേദന ഉണ്ട്. എന്തായാലും ആശുപത്രിയിൽ എത്തി MRI എടുത്തപ്പോഴാണ് കൃത്യം കാര്യം മനസ്സിലായത്. MRI എടുത്തപ്പോഴാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് അത് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആയി. ഒരാഴ്ചക്കുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. റോണി ഡേവിഡ് വേദനയോടെ പറയുന്നു.